ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ പണിയെടുത്ത ആൾക്കാരോട് ഒരു നിലയ്ക്കും സഹകരിക്കാതിരിക്കുകയും അതിനെ ഒറ്റുകൊടുക്കുകയും അതിനുവേണ്ടി പോയി മെനക്കെടരുതെന്ന് യുവാക്കളെ ഉപദേശിക്കുകയും ചെയ്ത പ്രസ്ഥാനത്തിൻ്റെ തുടർ പരമ്പരക്കാർ ഇന്ത്യക്ക് എന്തോ പുരാതന കാലത്ത് നഷ്ടപ്പെട്ടു പോയി എന്ന് വിലപിക്കുന്നതിന് പകരം കോമഡി എന്ന് പറയുന്ന സംഗതി വേറെ ഉണ്ടോ? മോദി പാർലമെൻറ്റിൽ പ്രസംഗിക്കുന്നത് ഒറ്റ കത്ത് മാത്രം എടുത്തു വെച്ചിട്ടാണ്. ആ കത്തൊരു കോൺവെർസേഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കത്തയച്ചിട്ടുണ്ട്. അതിൽ ടാഗോർ സമ്മതിച്ചുകൊണ്ടും ഭാഗം വിശദീകരിച്ചുകൊണ്ടും അയക്കുന്ന കത്തിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. 1800-കളിൽ കോൺഗ്രസിൻ്റെ പരിപാടികളിൽ വന്ദേമാതര ഗീതം ആലപിക്കുന്നുണ്ട്. മോദി സംസാരിക്കുന്നത് ഒരു ചടങ്ങിൽ ആലപിച്ചു, മറ്റേ ചടങ്ങിൽ ആലപിച്ചതാണ്. ഏത് ചടങ്ങാന്ന് മോദിക്ക് പറയാൻ പറ്റില്ല, കാരണം ആലപിക്കുന്ന ചടങ്ങ് ഏതാണ്? പ്രിയങ്ക ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കോൺഗ്രസ്സുകാർ ഞങ്ങളുടെ പരിപാടിയിൽ ആലപിച്ചതാണ്. താങ്കൾ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞല്ലോ, ആ ചടങ്ങ് ഏതാണെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അത് കോൺഗ്രസിൻ്റെ ചടങ്ങാണ്. നിങ്ങളുടെ ഏതെങ്കിലും ചടങ്ങിൽ നിങ്ങൾ ആലപിച്ചിട്ടുണ്ടെന്ന ചോദ്യം. അപ്പോൾ അത് മുഹമ്മദ് അലി ജിന്ന ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അതിപ്പോൾ അതിനകത്ത് നെഹ്റു ഉണ്ട്, സരോജിനി നായിഡു ഉണ്ട്, പട്ടേലുണ്ട്, മൗലാന അബുൽ കലാം ആസാദ് ഉണ്ട്. ഇവരെല്ലാവരും കൂടി ഇരുന്ന് അവർക്ക് എല്ലാവർക്കും കൂടി ഒരു കൺസെൻസസ് ഉണ്ടാക്കിയിട്ടാണ് നമുക്ക് ഈ ഭാഗങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. എന്നിട്ടാണ് അതൊരു ദേശീയ ഗീതമായി അഡോപ്റ്റ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് അതിപ്പോൾ ഏത് പാട്ടായാലും കൊടിയായാലും ഏത് തരത്തിലുള്ള ദേശീയ സംഹിതകളായാലും അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാവണം, അല്ലെങ്കിൽ വെട്ടണം. ഇപ്പോൾ നമ്മളൊരു പാട്ട് എഴുതുകയാണ് ദേശീയ ഗീതമാക്കാൻ, അതിനകത്ത് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, അള്ളാഹു അക്ബർ പോലുള്ള വാക്കുകൾ ചേർക്കാം എന്ന് പറഞ്ഞാൽ ആരൊക്കെ അംഗീകരിക്കും? മോദി സമ്മതിക്കുമോ? RS സമ്മതിക്കുമോ? അത് കാരണം അത് അംഗീകരിക്കാൻ കഴിയാത്ത, അത് വിശ്വാസത്തിൻ്റെ ഭാഗമല്ലാത്ത വലിയ വിഭാഗം ആൾക്കാർ ഇന്ത്യയിലുണ്ട്. തിരിച്ചും അങ്ങനെയാണ്, പറ്റത്തില്ല. അപ്പോൾ അതിനകത്ത് അയ്യോ ദേശീയ ഗീതം വെട്ടേണ്ടി വന്നാൽ ഏത് ദേശീയ ഗീതവും വെട്ടിക്കൊണ്ട് മനുഷ്യർക്ക് പറ്റുന്ന രീതിയിൽ അതിനെ മാറ്റണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, അതുമായി ബന്ധപ്പെടുത്തി കള്ളം പറയുക എന്ന് പറയുന്ന പരിപാടി, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദേശീയ ചിഹ്നങ്ങളോടോ ഗാനങ്ങളോടോ മമതയില്ല എന്ന് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ പണിയെടുത്ത ആൾക്കാരോട് ഒരു നിലയ്ക്കും സഹകരിക്കാതിരിക്കുകയും അതിനെ ഒറ്റുകൊടുക്കുകയും അതിനുവേണ്ടി പോയി മെനക്കെടരുതെന്ന് യുവാക്കളെ ഉപദേശിക്കുകയും ചെയ്ത പ്രസ്ഥാനത്തിൻ്റെ തുടർ പരമ്പരക്കാർ ഇന്ത്യക്ക് എന്തോ പുരാതന കാലത്ത് നഷ്ടപ്പെട്ടു പോയി എന്ന് വിലപിക്കുന്നതിന് പകരം കോമഡി എന്ന് പറയുന്ന സംഗതി വേറെ ഉണ്ടോ? പിന്നെ അന്നത്തെ കാലത്ത് നെഹ്റു ആയിരുന്നു എതിരാളി, പട്ടേലായിരുന്നു അപ്പുറത്ത്. അതിനെക്കുറിച്ച് എപ്രോപ്രിയേഷൻ നുണ പറയുക അതവരുടെ രീതിയാണ്. ഈ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോൾ അമിത്ഷാ പ്രസംഗിച്ചത് പട്ടേലിൻ്റെ മോഹം സഫലമായി എന്നാണ്. നമ്മൾ ചരിത്ര രേഖകൾ എടുത്ത് പരിശോധിച്ച് നോക്കണം. ആർട്ടിക്കിൾ 370യുമായി ബന്ധപ്പെട്ട് എപ്പോഴെങ്കിലും പട്ടേൽ ഒരു വിരുദ്ധോഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഈ ആർട്ടിക്കിൾ 370 തെറ്റാണ്, അതെടുത്ത് കളയേണ്ടതുണ്ട് എന്ന് പട്ടേൽ എവിടെയെങ്കിലും പറഞ്ഞായിട്ട് നമ്മൾ കാണുന്നുണ്ട്? ഇല്ല. പക്ഷേ വെറുതെ അങ്ങോട്ട് പറയും പട്ടേലിൻ്റെ മോഹം സഫലമായിരിക്കുന്നു. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം നെഹ്റുവിനെതിരായിട്ടുള്ള മഹാവിജയം എന്നൊക്കെ പറഞ്ഞ് ഓരോന്നിനെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വ്യാജം പറയുക, ഉളുപ്പില്ലാത്ത വ്യാജം പ്രസംഗിക്കുക, ഹേറ്റ് പ്രസംഗിക്കുക, നുണ പറഞ്ഞ ആൾക്കാരെ ആശയക്കുഴപ്പത്തിലാക്കുക, ആൾക്കാരെ വെറുതെ അനാവശ്യമായിട്ട് തീ പിടിപ്പിക്കുക എന്ന് പറഞ്ഞ പരിപാടി ഇവരുടെ ജീവിതത്തിൻ്റെ, ഇവരുടെ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്.